നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, കുറ്റ്യാടിയില് ഒരു സ്കൂളില് പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നിപ്പോൾ ലൈവിൽ വന്നത്. റോബിൻ ഹായ്. അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാവരും വരിക. കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം. എന്തിനാണ് സ്കൂളിലൊക്കെ മതം, അല്ലെ? ഷബീർ, താങ്ക് യു ടീച്ചർ. ഷബീറെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ നമ്മൾ പറയില്ലേ, ഗുഡ് മോർണിംഗ്, അത്രേ ഉള്ളൂ. വാലൈക്കും അസ്സലാം, നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. മനുഷ്യന് ഈ ജീവിതത്തിൽ എന്താ വേണ്ടത്? ഒരുപാട് ആഡംബരവും അതൊന്നും അല്ല വേണ്ടത്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം സ്നേഹശൂന്യതയാണ്. സ്നേഹമില്ല, ആർക്കും ആരോടും ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, അല്ലെ? സത്യൻ, ഷിജു, അസ്സലാമലൈക്കും. ഷിജു വലൈക്കും അസ്സലാം. ജോയി ഓണക്കൂർ, ഹായ്. ജോർജ് ഓണക്കൂറിനെ ഓർത്തുപോയി കേട്ടാ. എന്തായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം എന്ന് തോന്നുന്നു. കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ട്. രഘു, നമസ്കാരം. സന്തോഷമുണ്ട് കേട്ടാ, വളരെ സന്തോഷം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവരും ഹൃദ്യമായ രൂപത്തിൽ നമുക്ക് പരിചയപ്പെടാം കേട്ടാ. എന്തായിരുന്നാലും കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ LP എയ്ഡഡ് സ്കൂളിലാണ് മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ ഒരു പൂജ നടന്നത്. ഈ സംഭവത്തില് മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കും എന്നാണ് വാർത്ത. സംഭവം അന്വേഷിച്ച കുന്നുമ്മൽ AEO ചട്ടലംഘനം നടന്നതായി സ്ഥിരീകരിച്ചു. അദ്ദേഹം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലിന് റിപ്പോർട്ടും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് തീരുമാനമായത്. വിദ്യാലയങ്ങൾ വിദ്യ അഭ്യസിക്കാനുള്ള ആലയങ്ങളായിരിക്കണം. ശരിയാണ്. എന്തായിരുന്നാലും ഇതിന്റെ നടപടിയെ സംബന്ധിച്ച ഉത്തരവ് വൈകാതെ തന്നെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇറങ്ങട്ടെ. സ്കൂളിൽ നടന്ന പൂജ നിർത്തിവെക്കാൻ പ്രധാന അധ്യാപിക മാനേജറുടെ മകന് രുധീഷിനോട് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം കേട്ടില്ല എന്നാ പറഞ്ഞു. ഇത് ചട്ടലംഘനമാണ് എന്ന് അന്വേഷിച്ച AEO റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായി എന്ന റിപ്പോർട്ട് പരിശോധിച്ച് മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഇത് സംബന്ധിച്ച് നടപടിയെടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. AEO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് കൈമാറും. തുടർന്നായിരിക്കും നടപടി ഉണ്ടാവുകയെന്നാണ് വിവരം. വളരെ നല്ലത്. സംഭവത്തില് CPMന്റെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ചിട്ട് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. SFIയും DYFIയും ഒക്കെ പ്രതിഷേധത്തിൽ പങ്കാളികളായി. സംഭവത്തിൽ നടപടി എടുക്കുന്നതുവരെ സ്കൂള് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരസമിതി. ഇപ്പോ ഏതാണ്ട് എക്സാം അടുത്തു വരുവാണ്, ആനുവൽ എക്സാം അടുത്തു വരുന്നു. ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും തുടർ പഠനത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ് സ്കൂള് പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ. എന്തായിരുന്നാലും ഇന്നലെ രാത്രിയാണ് സ്കൂൾ മാനേജറുടെ മകനായ രുധീഷിന്റെ നേതൃത്വത്തില് സ്കൂളിനകത്തൊരു പൂജ നടത്തിയത്. സ്കൂളിലെ ഒരു അധ്യാപികയും പൂജയിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപികയുടെ മുറിയിലും മറ്റ് 2 മുറികളിലുമായിരുന്നത്രേ പൂജ. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് രാത്രി 8 മണിയോടെ വാഹനങ്ങൾ കണ്ട നാട്ടുകാരാണ് സ്കൂളിലെത്തിയത്. അവരാണ് പൂജ നടക്കുന്നത് ശ്രദ്ധിച്ചത്. വിവരമറിഞ്ഞ് CPMന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ തൊട്ടിൽപ്പാലം പോലീസ് എത്തി പൂജ നടത്തിയ ഏതാണ്ട് 7 പേരെയോളം കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത. ഇപ്പോ സ്കൂളുകൾ ഒരിക്കലും മതങ്ങൾ അഭ്യസിക്കാൻ, അതല്ലെങ്കിൽ മതങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളാകരുത്. കൃത്യമായിട്ടും ശരി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. നമുക്കറിയാം, ഇന്ന് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി മനുഷ്യൻ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. നമ്മള് കുറച്ചു നാള് മുമ്പ് ഏതാണ്ട് 2018-2019 അധ്യയന വർഷത്തില് നമ്മളൊക്കെ ഒരു വാർത്ത കണ്ടിരുന്നു. ജാതിയും മതവും ഒന്നും രേഖപ്പെടുത്താതെ സ്കൂളുകളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ പുതിയ കണക്കാണ് പുറത്തു വന്നത്. IT at സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പുറത്തുവിട്ട
പുതിയ കണക്ക് പ്രകാരം അന്നത്തെ ജാതിയും മതവും വേണ്ട, നിങ്ങൾക്ക് ഈ സ്കൂള് വിദ്യ അഭ്യസിക്കാനുള്ള ആലയം മാത്രമാണ് എന്ന് തീരുമാനിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ജാതിയും മതവും എന്ന കോളം ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആക്കിയിട്ടിരുന്ന 1000-ലധികം കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജാതിയും വേണ്ട മതവും വേണ്ട, മതകോളങ്ങൾ അവർ പൂരിപ്പിച്ചില്ല. മതമില്ല എന്ന് രേഖപ്പെടുത്തിയവരെയും പ്രത്യേകം എണ്ണം തിരിച്ചായിരുന്നു IT അറ്റ് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻവർ സാദത്ത് പുതിയ കണക്കുകൾ 2018-2019 അധ്യയന വർഷത്തിൽ പുറത്തുവിട്ടത്. 2017-2018 അധ്യയന വർഷത്തിലും സംസ്ഥാനത്തെ സ്കൂളിലെ 1.25 ലക്ഷത്തോളം കുട്ടികൾ ജാതിയും മതവും ഇല്ലാതെ പ്രവേശനം നേടി. ചെറിയ കണക്കല്ലത്. 1.25 ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ മതവിമുക്തമായി ചിന്തിക്കാൻ, മാനവികമായി ചിന്തിക്കാൻ, ജനാധിപത്യപരമായി ചിന്തിക്കാൻ തയ്യാറെടുക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജാതിയും മതവും ഇല്ലാതെ പ്രവേശനം നേടിയ ആളുകളുടെ കണക്കുകൾ പുറത്തുവിടുന്നത്. നിയമസഭയില് MLA DK മുരളിയുടെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതോടൊപ്പം ഓരോ സ്കൂളുകളിലെയും ജാതി മതരഹിത വിദ്യാർത്ഥികളുടെ കണക്കുകളും നൽകി. എന്നാൽ സർക്കാരിന്റെ കണക്കിൽ തെറ്റുണ്ടെന്ന് ആരോപിച്ച് സ്കൂൾ അധികൃതർ രംഗത്തെത്തി. അങ്ങനെയാണ് ജാതി മതരഹിത കുട്ടികളുടെയൊക്കെ എണ്ണം സംബന്ധിച്ച് വലിയ വിവാദമായി നമ്മുടെ നാട്. അങ്ങനെ അമ്മയെ തെളിയാനും 2 പക്ഷമുള്ള നാടാണ്. ആരുടെയും പക്ഷപ്പെടുത്തി സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ വല്ലാതെ രസകരമായ കാര്യമാണ്. മതരഹിതരായ കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച് വിവാദം കത്തി നിൽക്കുമ്പോഴാണ് IT അറ്റ് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻവർ സാദത്ത് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത് വിവാദമായത്. IT അറ്റ് സ്കൂളിന്റെ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ എന്ന തലക്കെട്ടിലായിരുന്നു അദ്ദേഹം പുതിയ കണക്കുകൾ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. കഴിഞ്ഞ അധ്യയന വർഷം പ്രവേശനം നേടിയ കുട്ടികളിൽ ഏതാണ്ട് 1,22,662 കുട്ടികൾ ജാതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പുതിയ കണക്ക്. ഇപ്പോഴെത്രയോ കൂടിയിട്ടുണ്ടാകും. 1,19,865 കുട്ടികളിൽ മാത്രം മതം രേഖപ്പെടുത്തിയെങ്കിലും ജാതിക്കോളമില്ല. 1,750 കുട്ടികൾ മതം രേഖപ്പെടുത്താതിരുന്നപ്പോൾ 1,538 കുട്ടികൾ മതവും ജാതിയും പൂരിപ്പിച്ചിട്ടില്ല. 748 വിദ്യാർത്ഥികൾ മതകോളത്തിൽ മതമില്ല എന്ന് രേഖപ്പെടുത്തി. ഇങ്ങനെയാണ് അൻവർ സാദത്ത് പുറത്തുവിട്ട പുതിയ കണക്കുകളിൽ പറയുന്നത്. 2017-18 കണക്ക് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 6 വർഷം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം മാറി ചിന്തിക്കാൻ തയ്യാറായി എന്ന് നോക്കണം. അപ്പോ ഏതാണ്ട് 2017-18 അധ്യയന വർഷത്തില് നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട വകുപ്പാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാക്കാം, 1,24,147 കുട്ടികൾ ജാതിയും മതവും ഇല്ലാത്തവരായി സ്കൂളുകളിൽ പ്രവേശനം നേടി. അങ്ങനെയാണ് നമ്മുടെ സമൂഹം രക്ഷപ്പെടേണ്ടത്, ജനാധിപത്യപരമാകേണ്ടത്. തന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയുടെ നെറ്റിയിൽ കുറിയുണ്ടോ, കഴുത്തിൽ കൊന്തയുണ്ടോ, അതല്ല തുണി പൊക്കി നോക്കി അവൻ അറ്റം വെട്ടിയവനാണോ എന്ന് നോക്കിയിട്ടായിരിക്കരുത് അവരെ സുഹൃത്തായി സ്വീകരിക്കേണ്ടത്. ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല, പറന്നു നടക്കുന്ന പറവകളെ പോലെയാണ് മക്കൾ. അവര് സൗഹൃദം പങ്കുവെച്ച് കളിച്ച് ചിരിച്ച് വളരട്ടെ. അവരുടെ തലച്ചോറിലേക്ക് എന്തിനാണ് ഈ ജാതിയും മതവും ഒക്കെ കുത്തിവെക്കുന്നത്? വിവിധ സ്കൂൾ അധികൃതർ സർക്കാരിന്റെ കണക്കിനെതിരെ അന്ന് രംഗത്ത് വന്നു. അങ്ങനെയാണല്ലോ അല്ലെങ്കിലും. കാരണം ജാതിയും മതവും ഇല്ലാതെ കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തെന്ന് പറയുമ്പോൾ ജാതിയും മതവുമുള്ള ആളുകൾക്ക് അത് തീർച്ചയായിട്ടും അത് സഹിക്കില്ല, അത് സുഖിക്കില്ല. എന്തായിരുന്നാലും അത് ഒരു നല്ല രീതി തന്നെയായിരുന്നു. ഇപ്പോ മക്കൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്, അല്ലെ? അതിനിടയിൽ മതരഹിത കുട്ടികളുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട വിവാദം നിയമസഭയിൽ വരെ ചർച്ചയ്ക്കെത്തി. അങ്ങനെ അന്ന് സഭ ചേർന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസ് നൽകുക, കുട്ടികളുടെ ജാതി മതവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ കണക്കുകളാണ് നൽകിയത് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ആരോപിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ് എത്തുന്നത്.
അതേസമയം സോഫ്റ്റ്വെയറിൽ നൽകിയ കണക്കുകളാണ് താൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ അന്നത്തെ വിശദീകരണം. ജാതി മത കോളങ്ങൾ ഒഴിച്ചിട്ടവരുടെ എണ്ണമാണ് പറഞ്ഞത്. എന്നാൽ ഈ കോളങ്ങൾ ഒഴിച്ചിട്ട ആളുകൾക്ക് ജാതിയില്ല എന്ന അർത്ഥമില്ലെന്നും അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കേണ്ടി വരികയാണ്. പിന്നീട് കണക്കിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്താൻ DPIക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അന്ന് തന്നെ പറഞ്ഞു. മനുഷ്യൻ എത്ര ഭയപ്പെടുന്നത് നോക്കിക്കേ. മതസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരൊന്നുകിൽ ആ പോസ്റ്റ് മുക്കും, അതല്ലെങ്കിൽ അവർ തിരുത്തും, അതുമല്ലെങ്കിൽ അവർ മാപ്പും കൂപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരും. എന്താ അല്ലെ മനുഷ്യൻ ഇങ്ങനെ എന്ത് പറയുമ്പോഴും എതിർഭാഗത്ത് ജാതിയോ മതമോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ഉണ്ടോ എന്ന് നോക്കി മാത്രം പ്രതികരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. മതവിദ്യാഭ്യാസം നോക്കൂ, എത്രയെത്ര പൊതുവിദ്യാലയങ്ങളിലാണ് മതവിദ്യാഭ്യാസം അഭ്യസിപ്പിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷ പഠിക്കണം, നമുക്ക് പിന്നെ ചില സബ്ജക്റ്റുകൾ പഠിക്കണം. അതല്ലാതെ മതവിദ്യാഭ്യാസം സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അതുമല്ല, മദ്രസയുടെ സമയം നോക്കി സ്കൂളുകളുടെ സമയം ക്രമീകരിക്കുക വേറെ ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടാകുമോ ഇങ്ങനത്തെ ഒരു രീതി? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മതവിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് സ്കൂൾ സമയക്രമം നിശ്ചയിക്കുന്നത് ഏത് രൂപത്തിലുള്ള ശരികളാണ്? സ്കൂളിന്റെ പ്രവർത്തന സമയം തീരുമാനിക്കേണ്ടത് മതസംഘടനകളാണോ? മതസംഘടനകൾക്ക് മുന്നില് സർക്കാർ മുട്ടുമടക്കിയാൽ അത് നമ്മുടെ സമൂഹത്തിലെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ലേ? ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ? അത് സ്കൂൾ സമയക്രമം മാറ്റാനുള്ള തീരുമാനമെടുത്ത സമയത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അതിനെ എതിർക്കുവാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയക്രമമാണ് വേണ്ടത്. രക്ഷിതാക്കളുമായും വിദ്യാഭ്യാസ പ്രമുഖരുമായും ഒക്കെ ചർച്ച ചെയ്ത ശേഷമാണ് സമയക്രമം തീരുമാനിക്കേണ്ടത്. അത്രേ സർക്കാരും കരിക്കുലം കമ്മിറ്റിയും ഒക്കെ ചേർന്നാണ് സമയക്രമം നിശ്ചയിക്കുന്നത് നിലവിൽ. അതല്ലാതെ മതസംഘടനകളല്ല. എന്തിനാണ് പൊതുവിഷയങ്ങളിൽ മതം ഇടപെടുന്നത്? മതങ്ങൾ ആരാധനാലയങ്ങളിൽ ഒടുങ്ങട്ടെ, പൊതുനിയമങ്ങൾ പ്രാബല്യത്തിൽ വരട്ടെ. മതനിയമവും പൊതുനിയമവും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യം എന്താ? സ്കൂളിലെ പഠന സമയ ക്രമീകരണത്തില് മാറ്റത്തിന് റെക്കമെൻഡ് ചെയ്യുന്ന ഖാദർ കമ്മിറ്റിയുടെ 2ാം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് വിവാദമായിരുന്നു ഒരിക്കൽ. സ്കൂൾ പഠന സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കണം എന്നായിരുന്നു ഖാദർ കമ്മിറ്റിയുടെ റെക്കമെൻഡ്. അങ്ങനെ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം രാവിലെയാണെന്നും അതിനുശേഷമുള്ള സമയം കായിക പഠനം അടക്കമുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കാമെന്നുമായിരുന്നു ഖാദർ കമ്മിറ്റിയിൽ പറഞ്ഞത്. ആ റിപ്പോർട്ട് നമുക്ക് പറ്റില്ല എന്നാണ് മുസ്ലിങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട്? കുഞ്ഞുങ്ങൾക്ക് ഫ്രഷ് ബ്രെയിനിലേക്ക് അവർക്ക് വിദ്യകൾ അഭ്യസിക്കാനുള്ള ഒരു സമയം ക്രമീകരിക്കുമ്പോൾ അവിടെയും മതം കയറി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണക്കമീനിനും മഞ്ഞപ്പൊടിക്കുമൊക്കെ മതത്തിൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. സ്കൂൾ സമയത്തില് മാറ്റം വരുത്തണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ സ്വീകരിക്കാനാവില്ല എന്നായിരുന്നു സമസ്ത പറഞ്ഞത്. നമുക്കറിയാം, കേരളത്തിലെ വലിയ ഒരു വിഭാഗം ആളുകളും സമസ്തയിലെ സുന്നി വിഭാഗമാണ്. അപ്പോൾ പഠന സമയം 8 മണിക്കാക്കുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ സാരമായി ബാധിക്കും എന്നാണ് സമസ്ത പ്രസ്താവനയിൽ അറിയിച്ചത്. ഖാദർ കമ്മിറ്റി ശുപാർശ തള്ളിക്കളയണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇവരൊക്കെ മതത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്, അതല്ലാതെ പൊതുവിദ്യാഭ്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളല്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഒരിക്കല് സക്കരിയ സുലാഹിയോട് ഒരു പേരന്റ് ആണെന്ന് തോന്നുന്നു വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ കുട്ടിക്ക് +2 പഠിക്കുന്നത്, ളുഹർ നമസ്കരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ, അപ്പൊ ളുഹർ നമസ്കരിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? അത് സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, എന്ന് നിർത്തണം നിന്റെ കുട്ടിയുടെ സ്കൂൾ പഠനം? എങ്ങനെയാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവർക്കൊക്കെ മാറ്റമുണ്ടാകുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ അത് കേൾപ്പിച്ചു തരാം.
എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയാവും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളെങ്ങനെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. നല്ല ഉസ്താദ് അല്ലേ? ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ ളുഹർ നമസ്കരിക്കാൻ പറ്റുന്നില്ല, ഇന്ന് നിർത്തണം നിന്റെ സ്കൂള്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ എന്ത് ചെയ്യും? റോഡ് ടാറുപണി ഇടുന്ന ആളുകൾ എന്ത് ചെയ്യണം? കമ്പോസ്റ്റ് വരുന്ന ആളുകളില്ലേ? ടോയ്ലറ്റ് കുഴി ക്ലീൻ ചെയ്യുന്ന ആളുകളില്ലേ? കരിങ്കൽ പണി എടുക്കുന്ന ആളുകളില്ലേ? അവർക്കൊക്കെ കൃത്യമായിട്ട് 5 നേരം നമസ്കരിക്കാൻ പറ്റുമോ? അവരൊക്കെ എന്ത് ചെയ്യണം? ആ പണി ഒഴിവാക്കിയിട്ട് അല്ലാ 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 എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ ഈ പുരോഹിതന്മാര് കൊണ്ടു കൊടുക്കുമോ അവരുടെ വീട്ടിലേക്കുള്ള അന്നം? അങ്ങനെ എത്രയെത്ര ക്രിട്ടിക്കലായിട്ടുള്ള ജോലികളുണ്ട്. ഡോക്ടർമാർ, ഗൈനക്കോളജിസ്റ്റ്, അവർക്ക് ചിലപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ആർക്കെങ്കിലും പ്രസവ വേദന വരുന്നത്. എനിക്കുണ്ട് തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിലെ ഷെറിൻ, സുഹൃത്താണ് എന്റെ ഡോക്ടർ. അപ്പോ അവര് പറയാറുണ്ട് ഭക്ഷണം കഴിക്കാൻ മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും പ്രസവം, ഓടിപ്പോണം. അവരൊക്കെ എങ്ങനെ നമസ്കരിക്കും? ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും കഴിഞ്ഞ ദിവസം നമസ്കരിക്കാൻ സമയം വേണമെന്ന് ഒരു 3-4 ഡോക്ടർമാര് പറഞ്ഞത് വലിയ വിവാദമായില്ലേ? ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വെക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ജീവന് പ്രാധാന്യം നൽകാതെ ഇവര് നമസ്കരിക്കില്ല. ആര് സമാധാനം പറയും? ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അല്ല ചോദിക്കുക. നിന്റെ കുട്ടി ദൂരസ്കരിച്ചോ അസസ്കരിച്ചോ നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി മതവിശ്വാസികളുടെ നിലവാരം എവിടെയാണെന്നും മതത്തിന്റെ നിലവാരം എവിടെയാണെന്നും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമുക്ക് എപ്പോഴും താല്പര്യം മതത്തിനാണ്. അപ്പൊ ആ മതത്തിന്റെ താല്പര്യം കഴിഞ്ഞിട്ടുള്ള വിജ്ഞാനം മതി നമുക്ക്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. സത്യൻ, ഷിജു, ജോയി, എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടാ. എല്ലാവരോടും. രഘു, റോബിൻ കണ്ടട്ടാ, എല്ലാരെയും കണ്ടു. ഇതിനകത്തൊരു ചോദ്യം വന്നിട്ട് പറയാട്ട. ഷബീർ ഹാഷിം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബി ഹിന്ദു ക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ അഭിപ്രായം എന്താണ്? സുഡാപ്പികൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ? അതായത് നമ്മുടെ ആളുകൾ, നമ്മുടെ നാട് ഇപ്പോഴും മതം 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 എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങുമ്പോൾ അവരൊക്കെ പുരോഗതിയിലേക്ക് പോകുന്നു. ഇതിൽ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല, അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവിടെ ക്ഷേത്രം പണിയാൻ സാഹചര്യം കൊടുത്തു, മണ്ണ് കൊടുത്തു, അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഇവിടെ കിടന്ന് വെകിളി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയും ഖത്തറിനെയോ UAE എങ്ങാണോ ഇവർക്ക് എതിർക്കാൻ പറ്റുമോ? എന്നിട്ട് അവിടെ പോയിട്ട് ഇവർക്ക് പിന്നീട് പിരിവി വയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴും മതമാണെന്ന് ഇവര് 3 നേരം ചവച്ചരച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. വിനയൻ, സുഖമാണോ ടീച്ചർ? സുഖാണ് കേട്ടാ. ഉദയ, തീവ്ര കുരുക്കൾ സ്ഥിരം ചാവേറാകണം, ഇരുമ്പ് ചട്ടി വാങ്ങിച്ചു കൊടുത്താൽ അവര് റെഡിയാ. അനിൽ, സുഖമാണോ? സുഖം. ഉദയ നമസ്തേ. ചെല്ലപ്പ ഹായ്. മഹാനവമിക്ക് സ്കൂളിൽ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നതും നിർത്തലാക്കുമോ ഈ അന്തംഗമ്മി സർക്കാർ? മിക്കവാറും സ്കൂളുകളിൽ എന്തിനാണെന്ന് മതം. സുഖമാണോ? സുഖമാണ്. അജി ഹായ്. രാജൻ, അജി, ദിനേശ് എല്ലാവരും കാണുന്നുണ്ട് കേട്ടാ. സന്തോഷം. നിങ്ങൾ ചോദ്യങ്ങളുണ്ടോ ഞാൻ നോക്കട്ടെ. ഞാൻ വിനയൻ, ദോഹ ഹായ്. വിനയ, സന്തോഷം കേട്ടോ. ലത ഹലോ. ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കല്ലേ പൊന്നെ. നാരത്? ഓ, നമ്മുടെ VK ബൈജു ആണ്. ബൈജോ. അനിൽകുമാർ, മതപഠനം നിർത്തണം, അത് എത്രയോ സമയം അതിക്രമിച്ചിട്ടുണ്ട്.
ഈ മതപഠനത്തിന്റെ ആവശ്യം എന്താണെന്ന് ഈ പൊതുവിദ്യാലയങ്ങളിൽ നമുക്ക് വേണ്ടത് പൊതുവിദ്യാഭ്യാസമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഉപകരിക്കുന്ന രൂപത്തിലുള്ള വിജ്ഞാനമാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ നമുക്ക് ഈ മതം പഠിച്ചിട്ട് 3 നേരം മതം ഉപ്പും മുളകും ചവച്ചരച്ച് കുടിച്ചാൽ മതിയോ? എന്ത് കാര്യമുണ്ട് ഇതിന്? എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഇവർക്ക് എപ്പോഴും പ്രാധാന്യം മതത്തിനാണ്. ഖാദർ കമ്മിറ്റി റെക്കമെൻഡേഷൻ ഇവര് തള്ളിക്കളയണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്തിനാ? മദ്രസയിൽ കുട്ടികൾക്ക് പോകണ്ടേ? ഇവരൊക്കെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയാണ് സർക്കാരിനോട്. പറ്റില്ല, സർക്കാരാണെങ്കിലും മുസ്ലിങ്ങൾ എന്തു പറയുന്നോ റാൻ മൂളാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് പൊതുവിദ്യാലയങ്ങൾ രാവിലെ 10 മണിക്കും മുസ്ലിം കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകൾ 10:30ക്കുമാണ് അത്രേ പ്രവർത്തിക്കേണ്ടത്. കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം കണക്കിലെടുത്ത് വർഷങ്ങളായി തുടർന്നു വരുന്ന പഠന സമയത്തിലെ മാറ്റം വലിയ ഒരു വിഷയം തന്നെയാണ്. വീണ്ടും സമയം മാറ്റേണ്ടതുണ്ടോ എന്നതാണ് ഇവിടുത്തെ വിഷയം. ഒരു വിഭാഗം മാറ്റണമെന്ന് പറയുമ്പോൾ മറ്റൊരു പറയുന്നു മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോയി മതം പഠിക്കാൻ പറ്റില്ല. 2007 പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ സ്കൂൾ നിയമനിർദ്ദേശത്തിനെതിരെ ശക്തമായ എതിർപ്പ് വന്നു. അത് കാരണം അന്നത്തെ സർക്കാർ സമയമാറ്റ നിർദ്ദേശം പിൻവലിച്ചു. പ്രസ്തുത നിർദ്ദേശം വീണ്ടും കൊണ്ടുവരുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് 2 കൂട്ടരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. സ്കൂളുകളിലെ ക്ലാസ് റൂം പഠനം രാവിലെ മുതൽ ഏതാണ്ട് ഉച്ചവരെയാക്കണം എന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. രാവിലെയാണ് കുട്ടികൾക്ക് ഫ്രഷ് ബ്രെയിൻ. മറ്റു ഉച്ച കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളങ്ങ് ക്ഷീണിക്കും. അവർക്ക് പിന്നെ പല മൈൻഡുകളുമായിരിക്കും. അതുകൊണ്ട് ഫ്രഷ് ബ്രെയിനിൽ കുട്ടികൾ പഠിക്കട്ടെ. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണെന്നും പഠന സമയം 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കണം എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്കൂൾ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയും നേരത്തെ വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ജനറൽ സ്കൂളുകളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെയും മുസ്ലിം സ്കൂളുകളില് രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെയുമാണ് നിലവിലെ പഠന സമയം. 2007 സർക്കാർ സ്കൂൾ സമയമാറ്റ നിർദ്ദേശം കൊണ്ടുവന്നപ്പോൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ഒക്കെ ശക്തമായ എതിർപ്പ് കാരണം അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോ നമുക്ക് വേണ്ടത് മതം മാറ്റി നിർത്തിയിട്ടുള്ള മതത്തിൽ നിന്നും ഇതരമായിട്ടുള്ള ഒരു ചിന്തയും ഒരു വിദ്യാഭ്യാസ രീതിയുമാണ്. പക്ഷേ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് പലപ്പോഴും മതത്തിനു മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് നമുക്ക് കണ്ടുവരുന്നത്. നമുക്കറിയാം, കുടുംബശ്രീക്കാര് ആണിനും പെണ്ണിനും തുല്യത പറഞ്ഞ സമയത്ത് ആ പ്രതിജ്ഞ പോലും മാറ്റിയ നാടാണ് ഈ കേരളം. സംസ്ഥാനത്തെ സർക്കാർ അംഗീകാരമുള്ള സ്കൂളുകളിലെ മതപഠനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇവിടെ എങ്ങനെ നടപ്പിലാക്കും? വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ഏതെങ്കിലും ഒരു മതം പ്രത്യേകമായി മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് മദ്രസകളിൽ പോലും സർക്കാരിന്റെ നികുതിപ്പണം ഉസ്താദന്മാർക്ക് പെൻഷനായിട്ടും ഇതര വകുപ്പുകളിലായി ക്ഷേമവും ക്ഷാമവും ഒക്കെയായി കൊടുത്ത് അവരെ മദ്രസയിൽ മതം പഠിപ്പിക്കുന്നുണ്ട്. അതവിടെ അവസാനിച്ചാൽ പോരെ? എന്തിനാണത് പൊതുവിദ്യാലയങ്ങളിൽ കൂടി കൊണ്ടുവരുന്നത്? സ്കൂളുകളില് ഒരു മതത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നത് മതേതരത്വത്തിനെതിരാണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ സ്വകാര്യ സ്കൂളുകളിലും മതപഠനം പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സ്കൂളുകൾ ഒരു പ്രത്യേക മതത്തിനു മാത്രം പ്രത്യേകം പ്രാധാന്യം നൽകുന്നതിന് മതേതരത്വത്തിനെതിരാണെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കി വളരേണ്ടവരാണ് കുട്ടികൾ. അവരെ ഒരു മതം മാത്രം പഠിപ്പിക്കുകയല്ല വേണ്ടത്. നിയമം ലംഘിക്കുന്ന സ്കൂളുകൾക്ക് സർക്കാരിന് പൂട്ടാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിൽ വരുമോ? കൊണ്ടുവരാൻ പറ്റുമോ? സ്കൂളുകളിലെ മതപഠനം ഭരണഘടന അനുസൃതമായിരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇപ്പോ സർക്കാരിനെതിരെ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ
സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുമോ? കോടതി പറഞ്ഞതാ ഇറക്കണമെന്ന്. ഇന്ന് എങ്ങനെ കൂടുതൽ മതം ഫോളോ ചെയ്യാം, അങ്ങനെ മതവിശ്വാസികളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം എന്ന് തിരക്ക് പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു സർക്കാരിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും? സ്കൂൾ അടച്ചു പൂട്ടാനുള്ള ഉത്തരവിനെതിരെ മണക്കാട് ഹിദായ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിൽ ആണ് കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സ്കൂള് സർക്കാർ അനുമതിയില്ലാതെ ഒരു മതവിഭാഗത്തെക്കുറിച്ച് മാത്രം ക്ലാസ് ലഭ്യമാക്കുന്ന ഒരു രീതി മറ്റു മതങ്ങളെ തിരസ്കരിക്കുകയും മറ്റു മതങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നു. രക്ഷിതാക്കളുടെ അനുമതിയോടെ വിദ്യാർത്ഥികൾക്ക് മതപഠനം സ്കൂളുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ഭരണഘടനാപരമായി തന്നെ തടസ്സമില്ല. പക്ഷേ മറ്റു മതങ്ങളെ തിരസ്കരിച്ച് ഒരു മതത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഭരണഘടനാ വിരുദ്ധമാണ്. അത് തന്നെയാണെന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. തിരുവനന്തപുരം ഫിദ സ്കൂള് പൂട്ടിയ നടപടി കോടതി അന്ന് ശരിവെക്കുകയും ചെയ്തിരുന്നു. അതായത് ഓരോ വ്യക്തികൾക്കും മതവിശ്വാസം പ്രിയപ്പെട്ടത് തന്നെയാണ്, അവർക്ക് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ അത് അവരുടെയൊക്കെ സ്വകാര്യതകളിൽ മാത്രം അവസാനിക്കണം. അതല്ലാതെ അതൊരിക്കലും പൊതുവിദ്യാലയങ്ങളിലേക്ക് പൊതു ചിന്താധാരയിലേക്ക് വരാൻ പാടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയാം. ഇപ്പോ നമസ്കാരം നടന്നു വരുന്ന ഒരുപാട് സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. എന്തേ അവിടെയൊക്കെ പരിശോധന നടത്തി നടപടിയെടുക്കാത്തത്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ ഇന്ന് കേട്ടു. NTU എന്ന് പറയുന്ന സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റ്യാടി മാനേജ്മെന്റ് സ്കൂളിലെ മാനേജര് സ്കൂൾ സമയത്തല്ലാതെ നടത്തിയ വിഘ്നേശ്വര പൂജയുടെ റിപ്പോർട്ട് തേടിയ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാർ സ്കൂളുകളിൽ ഉച്ചസമയത്ത് അനധികൃതമായി നടന്നുവരുന്ന ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന്റെ റിപ്പോർട്ടും അടിയന്തിരമായി ശേഖരിക്കണം എന്ന് NTU ആവശ്യപ്പെട്ടു. നല്ലത്. ഒരു മതവിഭാഗത്തിന് മാത്രം കൊമ്പും തുമ്പിക്കയ്യൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് തന്നെയാണുള്ളത്. അങ്ങനെ ആകാനും പാടില്ല. കാള പെറ്റെന്ന് കേട്ട ഉടനെ തന്നെ കയറുമായിട്ട് പരിശോധനയ്ക്ക് വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന സമീപനമല്ല ഉദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്താനുള്ള രാഷ്ട്രീയ തട്ടിക്കൂട്ടലുകളും രാഷ്ട്രീയ പ്രീണനങ്ങളും ആയിരിക്കരുത്. അതൊക്കെ നടപ്പിലാക്കാനും തങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള കരുക്കളാകരുത് വിദ്യാലയങ്ങൾ. കുറ്റ്യാടി നെടുമണ്ണൂർ LP സ്കൂളിലെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവരൊരു ഗണപതി ഹോമം നടത്തിയത്. അത് CPM നേതാക്കൾ ആക്രമിച്ച് തടസ്സപ്പെടുത്തിയെന്നാണ് വാർത്ത. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നെടുമണ്ണൂർ LP സ്കൂളിലെ മാനേജറുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നത്. പൂജാവേളയിൽ സ്കൂൾ ഹാളിലേക്ക് CPM ബ്രാഞ്ച് സെക്രട്ടറി VK കരുണന്റെ നേതൃത്വത്തിൽ എത്തിയ 100-ലധികം നേതാക്കൾ ഇരച്ചു കയറി. പൂജ നടത്താൻ ആവശ്യപ്പെട്ടു. പൂജ നിർത്താൻ ആവശ്യപ്പെട്ടു. പൂജ നടത്താൻ മാനേജറുടെ മോനായിരുന്നു നേതൃത്വം. എന്നാൽ ഇവരാരും ഇതിന് തയ്യാറായില്ല. പിന്നീട് ഒരു ഹാളിന്റെ വാതിൽ ചവിട്ടിപ്പിടിച്ച മക്കൾ അക്രമമാണല്ലോ. വിളക്കുകളൊക്കെ ചവിട്ടി തെറിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. സ്കൂളിൽ നടക്കുന്നത് RSSന്റെ ആയുധ പൂജയാണെന്നാണ് ആരോപിച്ചത്. അതാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാകുന്നത്. ആക്രമണത്തിൽ സ്കൂൾ ജനലുകളെ വാതില് വൈദ്യുതി വിതരണ മീറ്റർ ബോർഡ് ഇതൊക്കെ അട്ടിച്ചു പൊട്ടിച്ചു. മാനേജർ അരുണയുടെ ഭർത്താവ് രാജേന്ദ്രനെയും ആക്രമിച്ചു. രാജേന്ദ്രന്റെ കൈക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. രാത്രി ഏതാണ്ട് 3 മണിക്കൂറോളം മാനേജരെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ സ്കൂളിൽ തന്നെ തടഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് എത്തി പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ മതമില്ലാത്ത ജീവനുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ നാട് മതേതരത്വമാണെന്നും മതരഹിതമാണെന്നും ഒക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ല ഇതിലൊന്നും. കാരണം മറ്റൊന്നുമല്ല, മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും മതത്തെ സംരക്ഷിക്കാനും മതത്തിന്റെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നമ്മളാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. വന്നിട്ടുണ്ട് നോക്കാൻ. ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അതെ ഷബീർ, അത് പറയണം. മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം
സ്കൂളുകളിൽ നിന്ന് എന്ത് വിഷയമാണെന്നുണ്ടായതെന്ന് നമുക്കറിയാം. ആ ഒരു പാഠഭാഗം കൊണ്ട് എന്ത് പ്രശ്നമാണ് ആർക്കാണ് ഉണ്ടാകുന്നത്. അതേപോലും മർക്കസിന്റെ സ്കൂളില് തർബിയത്ത്, ഈ തർബിയത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിലെ കുട്ടിയെ. ഒരു കുട്ടിയുടെ പേര് ആദിൽ, മറ്റൊരു കുട്ടിയുടെ പേര് ആദർശ്. ആ പാഠഭാഗം ഇങ്ങനെയാണ്: ആദിൽ വൃത്തിയുള്ളവനാണ്. അവൻ സ്കൂളിൽ പോകുമ്പോഴേക്ക് രാവിലെ അംഗശുദ്ധി വരുത്തും, 5 നേരം പല്ല് തേക്കും, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പിട്ട് പോകും, ഇടത് കാല് വെച്ച് പോകും. ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് വന്നാൽ ഉടനെ കയ്യും കാലും മുഖവും ഒക്കെ കഴുകും, വൃത്തിയാക്കും, കുളിക്കും കൃത്യമായി. പക്ഷേ ആദർശ്, അവൻ വാ തുറന്ന വായ്നാറ്റമാണ്. അവൻ ബാത്റൂമിൽ ചെരുപ്പിട്ടുകൊണ്ട് പോകത്തില്ല, വൃത്തിയില്ല, കുളിക്കില്ല, പല്ല് തേക്കില്ല. ഇതാണോ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്? എം അക്ബറിന്റെ പീസ് സ്കൂളിൽ എന്താ പഠിപ്പിച്ചത്? നിന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റി. 7 വയസ്സുള്ള കുഞ്ഞിനെ മതം മാറ്റം പഠിപ്പിക്കുക, കോച്ചിങ് കൊടുക്കുക, അവര് ട്യൂഷൻ കൊടുക്കുക പുസ്തകങ്ങളിലൂടെ. 1 പേര് മാറ്റണം, 2 ഹലാൽ ഫുഡ് കഴിക്കണം, 3 അവന്റെ നെറ്റിയിൽ നിന്ന് ചന്ദനവും കഴുത്തിൽ നിന്ന് കൊന്തയോ നൂലോ പൊട്ടോ ഇതൊക്കെ അഴിച്ചു മാറ്റണം. എന്താലേ? ഏറ്റവും ഒടുവില് അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ഇതൊക്കെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? അടുത്തിരിക്കുന്നവനോട് പേര് മാറ്റാനും ചന്ദനം മായ്ക്കാനും അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടാനും ഹലാൽ ഫുഡ് കഴിക്കാനും ഒക്കെ പഠിപ്പിക്കുക. ആര് പ്രതിഷേധിച്ച് കണ്ടു നമ്മള്? സമയം അതിക്രമിച്ചിട്ടുണ്ട്. സായിറാം ഹായ്. നാരായണൻ, മതപഠനം നിർത്തലാക്കണം അനിൽകുമാറെ, ഒരു സംശയവുമില്ല. അതൊക്കെ എന്നോ നിർത്തലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ നാട് നമ്മുടേതല്ലേ, എന്ത് ചെയ്യാൻ, ഒന്നും നടക്കില്ല. ഒത്തിരി പേര് വന്നിട്ടുണ്ട്, വളരെ സന്തോഷം കേട്ടോ. ശിവൻ ഹായ്, സന്തോഷ് ഹായ്. ഷൈൻ, ടീച്ചറെ പോലെ വേറെ കുറച്ച് പേര് കൂടി മുന്നോട്ട് വന്നാൽ എത്ര നന്നായിരുന്നു, പക്ഷെ പേടി സമൂഹം ഒറ്റപ്പെടുത്തുമോ? ഷൈൻ, എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ മറ്റാരെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ പോലെ ഒരാളായി മാറണം. ഇത്തരം അനീതികൾക്കെതിരെ സംസാരിക്കും നമ്മൾ. അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ വിളിക്കാം. കമറുന്നിസ ടീച്ചർ നമസ്തേ, ഒരു ദിവസം വീട്ടിൽ വരണമെന്നുണ്ട്, എനിക്ക് ടീച്ചറെ കാണണം. സ്വാഗതം കമറുന്നിസ, സ്വാഗതം. മുജീബ്, സംവാദത്തിന് വാ. എവിടെ വരാനാണ് മുജീബെ സംവാദത്തിന്? ഞാൻ റെഡിയാണ്. അഞ്ജു ഹായ്, മധു ഹായ്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കേട്ടാ. പ്രദീപ്, ടീച്ചർ ഒരു സംഭവമാണ്, അതിനൊന്നും ഇല്ലപ്പാ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പ്രതികരിക്കുന്നതാണ്. ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണ്ടേ? അശോകൻ ഹായ്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും പറയാനില്ലേ? ഒരുപാട് പേര് വന്നിട്ടുണ്ട്, സന്തോഷം. തിരക്കിനിടയിലും നിങ്ങൾക്ക് ലൈവില് വരാൻ കഴിഞ്ഞല്ലോ. റുബീന മുസ്തഫ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സന്ദീപ് ഹായ്. ശിവൻ ഹായ്. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥകൾ മാറണം. എത്രയോ കാലങ്ങളായി മതത്തിന് പ്രാധാന്യം നൽകുന്നു. ഈ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ പോലും സമ്മതമില്ലാതെ ഒരു പ്രത്യേക മതം, നമ്മളൊക്കെ എങ്ങനെയാ ഈ മതവിശ്വാസികളായത്? നമ്മുടെ മാതാപിതാക്കൾ ഈ മതത്തിലായതുകൊണ്ടല്ലേ. ഒരു നേഴ്സ് വിചാരിച്ചിരുന്നാൽ നമ്മുടെ മതം മാറത്തില്ലായിരുന്നു. എന്നാലും നമ്മൾ മതം 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 3 നേരം മതത്തെ ഇങ്ങനെ അരച്ച് കുടിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മള്. നമുക്ക് മതം മതി എന്ന് പറഞ്ഞ ആളുകളൊക്കെ മാറ്റി പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോ വിശപ്പാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നതിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി. നല്ലതാണ്, വളരെ നല്ലതാണ്. മനുഷ്യൻ മാറണം, മനുഷ്യന് മാത്രമേ മാറാൻ പറ്റൂ. അഭിപ്രായങ്ങൾ കീറാമുട്ടിയൊന്നുമല്ല. നമുക്ക് മാറ്റാനും തിരുത്താനും, തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇന്നലെ ആ വീഡിയോ ചെയ്തു, പക്ഷെ ഇപ്പോ തപ്പിട്ട് കാണുന്നില്ല. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട്
അതേ വീറോടെയും വാശിയോടും കൂടി മതമല്ല നമ്മുടെ പ്രശ്നം, വിശപ്പാണെന്ന് പറയുന്നു. ഇവർക്കൊക്കെ തരാതരം നയം മാറ്റാൻ, അഭിപ്രായങ്ങൾ മാറ്റാൻ, മറിക്കാൻ, പറഞ്ഞത് തിരുത്തി പറയാൻ ഒരു മടിയുമില്ല. നല്ലത് തന്നെയാണ്. മനുഷ്യൻ ആദ്യം വേണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത്. ഇവിടെ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ 111 പിന്നെ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത്. അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലവും ബിംബം ഉണ്ടാക്കുന്നത് എന്ത് അർത്ഥത്തിലാണ്? ലോകത്തൊരു രാജ്യത്തില്ലാത്താണ്. നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? പാവപ്പെട്ടവന് പള്ളി, പാവപ്പെട്ടവന് ചർച്ച്. അമ്പലവും ബിംബവും ഉണ്ടാക്കുന്നതിന് അതുപോലെ തന്നെ വിമർശിക്കപ്പെടേണ്ടതല്ലേ 1 കിലോമീറ്ററിനകത്ത് 40 പള്ളിയുള്ളത്? പൊന്നാനിയിൽ എത്ര പള്ളിയുണ്ട് 1 കിലോമീറ്ററിനകത്ത്? 40 പള്ളി 1 കിലോമീറ്ററിനകത്ത്. അപ്പോൾ അമ്പലവും ചർച്ചുമൊക്കെ മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ. എന്തേ? നമുക്കാകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം മതവൽക്കരിക്കാനുള്ളതാണല്ലോ. പാകിസ്ഥാനുമായിട്ട് ലയിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാനായി മാറുകയോ ചെയ്യണമല്ലോ. അപ്പോൾ ആ മാപ്പിള സ്ഥാനാകുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ക്ഷേത്രമൊക്കെ ചർച്ചകളൊക്കെ തല്ലിപ്പൊളിച്ച് നമുക്ക് പള്ളികളാക്കാനുള്ളതല്ലേ അല്ലെ? അതുകൊണ്ടായിരിക്കും. ശരി. പാവപ്പെട്ടവന് അമ്പലം, അദാനിക്ക് പോർട്ട്, അദാനിക്ക് സീപോർട്ട്, അദാനിക്ക് എയർപോർട്ട്, മറ്റുള്ളവർക്ക് മറ്റുള്ള കാര്യങ്ങൾ. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാ കഴിയുക? അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴാ നിൽക്കുക? എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഒന്നും പറയാനില്ല. ഒരു ലേശുളുപ്പൊക്കെ ആകാല്ലേ, കുഴപ്പമില്ല. കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്കും ബോധ്യപ്പെട്ടല്ലോ. ഷൈൻ കോന്നി, എന്റെ നാടാ കോന്നി കേട്ടോ. ഷൈനെ ഒറ്റപ്പെടുത്തും. മതത്തെ കുറിച്ചിട്ട് സംസാരിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് ഗാസക്കാർ ഇടാനുള്ള 2-3 ജോഡി തുണിയും മറുകയിൽ കുട്ടികളുമായി അഭയാർത്ഥികളായിട്ട് എവിടെയെങ്കിലും പോയി എത്താൻ പറ്റുമോ, അതോ ഇവിടെ തന്നെ നിന്ന് മിസൈൽ വീണ് ചാവൂ എന്നറിയാതെ ജീവനും കയ്യിൽ പിടിച്ചോടുന്നത് പോലെ നമ്മളും ഒരു നാൾ ഓടേണ്ടി വരും. പ്രതികരിച്ചേ മതിയാവും. പ്രതികരിക്കണം. വിനോദ് കുമാർ ഓഡിയോ കേൾക്കുന്നുണ്ട് ടീച്ചറെ, സന്തോഷം. ശശി വീരേന്ദ്ര, എല്ലാവർക്കും സന്തോഷം കേട്ടോ. പ്രധാനമായിട്ടും നിങ്ങൾ ഈ ലൈവിൽ വന്നിട്ടേ ഹായ് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈ പറഞ്ഞു വരുന്ന വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതിനുള്ള ഒരു സ്പേസ് ആണ് ഈ കമന്റ് ബോക്സ്. ഹായ് പറയാനും സുഖമാണോ, അതല്ലേ ഭക്ഷണം കഴിച്ചു, അതിലൊന്നും കാര്യമില്ല. ഈ വിഷയം ഇപ്പം വിദ്യാലയങ്ങളിൽ മതം ആവശ്യമാണോ? ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് മതം ആവശ്യമാണോ? നമുക്ക് നമ്മുടെ പൊതുജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് മതം അനിവാര്യമായി വരുന്നുണ്ടോ? എവിടെയാണ് മതം വേണ്ടത്? 3 നേരം മതം ഉരുട്ടി വിഴുങ്ങേണ്ട കാര്യമുണ്ടോ മനുഷ്യനെ? ആശുപത്രിയിൽ മതം വേണ്ട, ആലയങ്ങളിൽ മതം വേണ്ട, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം വേണ്ട. എവിടെയാണ് മതം? കല്യാണ വീടുകളിൽ മതം വേണം. മതം വേണ്ടവർ അത് എടുത്തോട്ടെ, അവരുടെ സ്വകാര്യതകളായി വെച്ചോട്ടെ. അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ ഒരിക്കലും മതം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ മതേതര രാജ്യത്ത് ചിന്തിക്കേണ്ടത്. എന്തായിരുന്നാലും വലിയ സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽ കേട്ടോ. നമുക്കിനിയും നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏത് നാടുകളിലാണെങ്കിലും ശരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ ഒരു മതത്തിന്റെയും ആരാധനകളോ പൂജകളോ ഒന്നും നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഒന്നിനോടും. വിനോദ് കുമാറിന് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട്. എന്റെ മെയിലുണ്ട്, വിനോദെ മെയിലിൽ വന്നോട്ടാ. പിന്നെ ഞാൻ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വിടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ വെച്ചാൽ തെറിവിളിയും ഭീഷണിയും ഒക്കെ ആയതുകൊണ്ടാണ് ഫോണും ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റാതായിപ്പോയത്. എന്തായിരുന്നാലും നമുക്കിനിയും വീണ്ടും
കാണാം. ഇനിയും നേരിൽ കാണുന്നത് വരെ, അതായത് ലൈവിൽ വന്ന് കാണുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി. നന്ദി. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം, സന്തോഷം. ഷബീർ ഹാഷിം കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കാമായിരുന്നല്ലോ. സ്കൂളുകളിലെ സമയക്രമത്തിൽ ആദ്യം മാറ്റം വരണം. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയാറല്ലേ? മാറണം. നമ്മൾ മാറാൻ തയ്യാറാകണം. എന്തായിരുന്നാലും എല്ലാവർക്കും സന്തോഷം. റുബീനയോട് ഞാൻ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞല്ലോ. റുബീന അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. വഅലൈക്കും അസ്സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാട്ടെ എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മലയാളികളല്ലേ? അസ്സലാമു അലൈക്കും കടിച്ചപ്പെട്ടാത്ത ഭാഷയൊക്കെ പറയുന്നതിനെക്കാട്ടില്ല ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. അതല്ലെങ്കിലും നമസ്കാരം. എന്ത് രസമുണ്ട്. ഹായ്, സുഖല്ലേ? എന്ത് സുഖമുണ്ട്, അതല്ലേ ചോദിക്കേണ്ടത്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായിരുന്നാലും നമുക്കിനിയും നാളെ വീണ്ടും കാണാം. നന്ദി.